നമുക്കൊരു ഇൻട്രസിറ്റി ട്രിപ്പ് അടിച്ചിട്ടുണ്ട് കേട്ടോ. 53 കിലോമീറ്റർ 300 മീറ്റർ ഉള്ളൂ. പിക്കപ്പ് സോന. ഹലോ ഗുഡ് മോർണിംഗ് ഗേഴ്സിന് 9:40 ഉണ്ടോ വർക്കിന് ഇറങ്ങിയപ്പോൾ. ഒരു വെള്ളക്കുപ്പിയും നമ്മളെ ക്ലോത്ത് കൊടുത്തിട്ടുണ്ട്. വെള്ളക്കുപ്പി ഇപ്പോൾ വെള്ളം കുടിക്കാനല്ല കേട്ടോ, നമ്മൾ നോമ്പ് തുറക്കുമ്പോൾ എവിടെയാണ് എന്താണെന്നൊന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ വണ്ടിയിൽ നിന്നൊക്കെ നോമ്പ് തുറക്കുക. അപ്പോൾ ഫസ്റ്റ് ദിവസം മാത്രമേ നമുക്ക് അവിടെ നോമ്പ് തുറക്കൽ പരിപാടികൾ ഉണ്ടായതുള്ളൂ. ഇന്നലെയൊക്കെ വണ്ടിയിൽ നിന്നാണ് തുറന്നത്. ഈത്തപ്പഴം ഉണ്ടായിരുന്നു വണ്ടിയിൽ. അപ്പോൾ വെള്ളം കുടിച്ച് പിന്നെ കടയിൽ കയറിയിട്ട് ഫുഡൊക്കെ കഴിയുക. അപ്പോൾ അങ്ങനെ അർജൻറ്റിൽ അങ്ങനത്തെ സിറ്റുവേഷനിൽ കുടിക്കാനാട്ടോ വെള്ളം. അപ്പോൾ കുറച്ച് ലേറ്റ് ആവുന്നുണ്ട് നമ്മൾ ഇറങ്ങാൻ വേണ്ടിയിട്ട്. അതെന്താ വെച്ചാൽ നമ്മൾ വെളിച്ചൊക്കെ അത്താഴം കഴിച്ചിട്ടേ പിന്നെ കടന്നു കഴിഞ്ഞാൽ പിന്നെ എണീക്കാൻ കുറച്ച് മടി വരികയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്ര ലേറ്റ് ആവണത്. കുറച്ച് ദിവസം കൂടി ഇങ്ങനെ പോയതിന് ശേഷം അത് പഴയ പോലെ ആക്കണം. ഇന്ന് ശനിയാഴ്ച കേട്ടോ, സാറ്റർഡേ ആണ്. അപ്പോൾ ഇന്നലെ ഞാൻ വെള്ളിയാഴ്ച വർക്കിന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, പക്ഷേ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ 7 വട്ടം CNG ഉണ്ട്. 58 കിലോമീറ്റർ ഓടിയുണ്ട്. ബിയിൽ ഇന്നലെ 188 കിലോമീറ്റർ ഓടിയുണ്ട് കേട്ടോ. അപ്പോൾ അത് 0 ആക്കിയിട്ടുണ്ട്. വണ്ടി കഴുകാനായിട്ടുണ്ട്, പൊടികളായിട്ടുണ്ട്. ഗ്ലാസ്സുമ്പോൾ പെട്ടെന്ന് പൊടിയായാലും അറിയാൻ കഴിയുന്നുണ്ട്. ബാക്ക് ഗ്ലാസ്സൊക്കെ ആകെ മൂടൽ തുടങ്ങിയിരിക്കുന്നത്. നമ്മളെ തലക്കണി ഞാൻ ഒഴിവാക്കിയിട്ടോ. തലക്കണി ഞാൻ ഡിക്കിയിലാക്കി വെച്ചിട്ടുണ്ട്. അത് നമുക്കത് സെറ്റ് ആവണില്ല. അത് ഞാൻ അന്ന് തന്നെ മാറ്റി തലക്കണി. കാരണം അത് നമുക്കിങ്ങനെ ഒന്നിങ്ങനെ പൊങ്ങിയിട്ട് ഒരു സുഖം കിട്ടണില്ല. ഫസ്റ്റ് ടൈം ആയി ഇരിക്കണോണ്ട്. അപ്പോൾ ഇനി എന്തെങ്കിലുമൊക്കെ ഇടയ്ക്ക് നമുക്ക് ആ ഒരു നടുവേദനയൊക്കെ വരില്ലുള്ളൂ കുറേ നേരം ഇങ്ങനെ ഇരിക്കുമ്പോൾ. അപ്പോൾ ആ ഒരു സമയത്ത് മാത്രം വെക്കാം. അപ്പോൾ അതുവരെ ഡിക്കി കിടക്കട്ടെ. അതുവരെ ഈ ഒരു സീറ്റ് തന്നെയാണ് കംഫർട്ട്. അപ്പോൾ ഊബർ ഓണാക്കിയൊക്കെ തന്നെ ഫസ്റ്റ് ട്രിപ്പ് അടിച്ചിട്ടുണ്ട് കേട്ടോ. കളമശ്ശേരിക്കാണ് 135 കിലോമീറ്റർ കൃഷ്ണ. ഞാനിങ്ങനെ ഊബർ മറ്റേ റാപ്പിഡോ ഇങ്ങനെ ഓണാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഇപ്പോൾ ഇത് റാപ്പിഡോ ഓണായിട്ടുണ്ട്. റാപ്പിഡോ ഓണാക്കുന്ന ഇടയിലാണ് ഇപ്പോൾ ഇത് ട്രിപ്പ് അടിച്ചത്. ആദ്യം ഊബറാണ് ഓണാക്കിയത്. പിക്കപ്പ് എവിടുന്നാന്ന് നോക്കട്ടെ. പിക്കപ്പ് നമ്മളെ അത്താണി മുണ്ടമ്പാല റോട്ടിൽ നിന്ന് തന്നെ കേട്ടോ പിക്കപ്പ് ഉള്ളത്. അപ്പോൾ ഞാനിപ്പോൾ നേരെ തിരിച്ചിട്ട് നമ്മളെ ചെറിയ വഴി കൂടി പോകലില്ല, ചിറ്റലപ്പള്ളിൻ്റെ കൂടി. അപ്പോൾ ഇനി വണ്ടി ഓടിച്ചിട്ട് ഇപ്പോൾ ഞാൻ അതിലിങ്ങനെ പോകണ്ടേ. അപ്പോൾ ഇപ്പോൾ ഞാൻ ഇപ്പോൾ എപ്പോഴും പോകല് ഇവിടെ മെയിൻ റോഡ് ഇറങ്ങിയിട്ട് മുണ്ടമ്പാലം ജംഗ്ഷനിൽ നിന്ന് അത്താണി റോഡാണ് കയറി പോകല. രാവിലെ തന്നെ നല്ല ചൂടുള്ള വെയിലാട്ടോ. നമുക്ക് ഫസ്റ്റ് രാവിലെ ആദ്യം തന്നെ പോസ്റ്റ് തരാത്ത ഭാഗ്യം. ഇങ്ങോട്ട് പോരാനും പറ്റൂല. നമ്മൾ രാവിലെ ഇവിടെ മുണ്ടമ്പാലം ചായക്കടിക്ക് വരുന്നവർ ഇവിടെ വന്ന് നിൽക്കാനും പറ്റൂല. ഫസ്റ്റ് ഒരു ട്രിപ്പ് റൂമിൽ നിന്ന് തന്നാണ്ട് എവിടേക്കൊക്കെ നീങ്ങി പോകണം. പിന്നെ എവിടെയെങ്കിലും നിന്നാൽ കുഴപ്പമില്ല. മറ്റേ ആ റൂമിൻ്റെ അവിടെ തന്നെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു രസമല്ല. പിന്നെ റൂമിൽ കയറിയിരിക്കും, പിന്നെ ചിലപ്പോൾ ഇറങ്ങൂല. അങ്ങനെ കേൾക്കാലോ. അപ്പോൾ ഫസ്റ്റ് ഇറങ്ങുമ്പോൾ തന്നെ വലിയ പോസ്റ്റ് കിട്ടിയില്ല. വണ്ടീൻ്റെ സ്റ്റാർട്ടിങ് കഴിഞ്ഞ് വീഡിയോ എടുക്കൽ കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് ഓണാക്കിയപ്പോൾ തന്നെ ട്രിപ്പ് അടിച്ച്. അപ്പോൾ ഏതായാലും പോയിട്ട് ആളെ പോയി പിക്ക് ചെയ്യട്ടെ, കൃഷ്ണനെ. അപ്പോൾ നമ്മളിവിടെ പിക്കപ്പ് പോയിന്റിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. സെക്യൂരിറ്റിക്കാരൻ പറഞ്ഞത് റൈറ്റ് ആൻഡ് ലെഫ്റ്റ് എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ റൈറ്റും കയറി ലെഫ്റ്റും കയറിയുണ്ട്. ഇവിടെ പച്ച പോയിന്റ് പിന്നെ കുറച്ചും കൂടി ഫ്രണ്ടിലാണ്. ഒന്നുകൂടി ഫ്രണ്ടിൽ നിന്നിട്ട് ഒന്ന് കോൾ ചെയ്ത് നോക്കട്ടെ. അങ്ങനെ നമ്മളെ ഫസ്റ്റ് ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ടോ. നമ്മളെ കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആട്ടോ, ഹോസ്പിറ്റലാണ്. അങ്ങനെ നമ്മളെ കൈനീട്ട ട്രിപ്പ് കഴിഞ്ഞു കേട്ടോ. 150 ആയിരുന്നു ടോട്ടൽ ക്യാഷ് കളക്ട് ഉണ്ടായിരുന്നത്. അതിൽ 128 രൂപ നമ്മളെ ഏണിങ്സ്. നമ്മളെ റൂമിൻ്റെ അവിടേക്ക് തന്നെ കാലടിച്ച് പോകേണ്ടി വരും വള്ളത്തോൾ. ഇവിടെ നിന്നിട്ട് വലിയ കാര്യം ഉണ്ടാവില്ല. രാവിലെ ഒന്നും ഡിസ്ചാർജും കാര്യങ്ങളും ഉണ്ടാവില്ലല്ലോ, ഹോസ്പിറ്റലല്ലേ. അപ്പോൾ നേരെ ഇവിടുന്ന് ലെഫ്റ്റ് തിരിഞ്ഞിട്ട് നമ്മളെ റൂമിൻ്റെ അടുക്ക് ബോംബെ കഫേൻ്റെ അടുക്കോ വള്ളത്തോൾ ജംഗ്ഷനൊക്കെ ആയിട്ട് പോകേണ്ടി വരും. ഞാൻ ഇവിടെ നമ്മളെ ബോംബെ കഫേൻ്റെ അടുത്ത് കൊടുന്ന് പാർക്ക് ചെയ്തിട്ടുണ്ട്, ബോംബെ കഫേൻ്റെ ഓപ്പോസിറ്റ്. അപ്പോൾ ഇനി ഇവിടെ ഒരു അരമണിക്കൂർ നിന്നോട്ടെ. 10:15 ആയിക്കോണം സമയം. 10:15 ആയിക്കോണം. ഒരു 10:30 വരെ ഇവിടെ നിന്നോക്കാം. കഴിഞ്ഞിട്ട് കിട്ടിയില്ലെങ്കിൽ മുന്നോട്ട് പോവാം. നമ്മൾ ഇവിടുന്ന് വണ്ടി എടുത്ത് പോവാട്ടോ. സമയം 10:57 ആയിട്ടുണ്ട്. നമ്മൾ പറഞ്ഞതിലേറെ സമയം ഒരുപാടായിട്ടുണ്ട്. അപ്പോൾ ഈ സ്പോട്ട് ട്രിപ്പ് അടിക്കാത്തതുകൊണ്ടാണോ ഇന്ന് ട്രിപ്പ് ഇല്ലാത്തതുകൊണ്ടാണോ എന്താ അറിയില്ല. ഇന്നെന്തായാലും അപ്പോൾ അങ്ങോട്ട് ഫ്രണ്ടിലേക്ക് പോയോട്ടെ, കാക്കനാട് ഭാഗത്തേക്കൊന്ന് പോയോട്ടെ. അപ്പോൾ ഇവിടെ ഒരു തണലത്ത് കൊടുന്ന് പാർക്ക് ചെയ്തിട്ടേ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടോ. അപ്പോൾ നമുക്കൊരു മാച്ച് ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. ഒരു നാഥൻ നമ്മളെ വാഴക്കാരൊക്കെ കേട്ടോ പിക്കപ്പ് ഡ്രോപ്പ് ഉള്ളത്. 500 മീറ്റർ ഉള്ളൂ പിക്കപ്പ് ഉള്ളത്. നമ്മളെ റക്ക ക്ലബ്ബിൽ നിന്ന് തോന്നുന്നുണ്ട്, റക്ക വാലി എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ചെന്നോക്കട്ടെ, നാഥനെ പോയിട്ട് പിക്ക് ചെയ്യട്ടെ. റക്ക ക്ലബ്ബിൽ നിന്ന് തന്നെ കേട്ടോ പിക്കപ്പ് ഉള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടുന്ന് റൈറ്റ് തിരിഞ്ഞാൽ അവിടെ ഉണ്ട് ഒരു ബോർഡ്. ഇവിടുന്ന് റൈറ്റ് തിരിഞ്ഞാൽ നേരെ റക്ക ക്ലബ്ബ് എത്തി. നമ്മളിപ്പോൾ ഇവിടെ MG റോഡിൻ്റെ അവിടെ ഒരു പോഞ്ഞിക്കര എന്താ കുസീഞ്ഞ് അങ്ങനെ എന്തോ ഒരു റെസ്റ്റോറൻറ്റിലാട്ടോ അപ്പോൾ ലാസ്റ്റ് ഡ്രോപ്പ് ചെയ്തത്. നേരത്തെ അടിച്ച ട്രിപ്പ് നമ്മളെ വാഴക്കാല ഗോൾഡ് ടവറിലാണ് ഡ്രോപ്പ് ചെയ്തതിന്. അപ്പോൾ അവിടുന്ന് ഡ്രോപ്പ് ചെയ്ത് പോന്നപ്പോൾ തന്നെ അടുത്ത ഈ ട്രിപ്പും പാടെ അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഒരു ലേഡിയും ആളെ ഹസ്ബൻഡും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിന് നമുക്ക് കിട്ടിയത് ടോട്ടൽ ഇപ്പോൾ 3 ട്രിപ്പ് 399 രൂപ കേട്ടോ ഓടിയത്. ഈ ട്രിപ്പിന് 162 രൂപ കിട്ടിയത്. പക്ഷേ ഈ ട്രിപ്പ് എനിക്ക് വലിയൊരു ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് ഞാനിതിൻ്റെ റേറ്റിംഗ് ഒന്ന് മാറ്റി കൊടുക്കണം. നമുക്ക് 1 സ്റ്റാർ കൊടുക്കണം. അതിൻ്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഇവിടെ മോർ ഓപ്ഷനിൽ ഇഷ്യൂ വിത്ത് റൈഡർ ചേഞ്ച് റൈഡ് റേറ്റിംഗ് 1 സ്റ്റാർ കൊടുക്കണ്ട കേട്ടോ. അത് ആദ്യം കൊടുക്കണമെന്നിരുന്ന് കുറച്ച് റീസൺസും പാടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുപാടെ കൊടുക്കായിരുന്നു. ഇതിപ്പോൾ
ജസ്റ്റ് റേറ്റിംഗ് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. എന്ത് സംഭവം ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരാം. ആദ്യത്തെ പ്രശ്നം എന്താ വെച്ചാൽ പിക്കപ്പിന് പോയപ്പോൾ ഇവരെ ലൊക്കേഷൻ കൊടുത്തിരിക്കുന്നത് വീടിൻ്റെ അവിടെ നിന്ന് ഒരു 100 മീറ്റർ, 100 ഇല്ല, ഒരു 50 മീറ്റർ അപ്പുറത്ത് ഫ്രണ്ടിലാണ്. അപ്പോൾ വീടിന് നമ്പർ ഉണ്ട്, ഇവരത് 70 വീട് നമ്പർ. അപ്പോൾ ഞാൻ അവിടെ എത്തിയിട്ട് കസ്റ്റമറെ വിളിച്ചു. അവിടെ എന്തൊക്കെയാണ് അപ്പുറത്തെ വീടിൻ്റെ പണിയുമ്പാടെ നടക്കുന്നുണ്ട്, റിവേഴ്സ് ഇടലൊന്നും നടക്കൂല. അപ്പോൾ നമുക്ക് കറക്റ്റ് പിന്നിലാണ് നമ്മൾ നിൽക്കുന്നത് ലൊക്കേഷനിൽ. അപ്പോൾ അവിടുന്ന് കസ്റ്റമറെ കാണാത്തോട് ചെറിയ വഴിയാട്ടോ, വയക്കാല ഉള്ളിൽ കൂടി കയറിയിട്ടുള്ള വഴികളാണ്, വേറെ വണ്ടികൾ വന്നാൽ ബ്ലോക്ക് ആവും. അപ്പോൾ ഞാൻ അവിടെ എത്തിയേക്ക് കസ്റ്റമറെ വിളിച്ചു. അപ്പോൾ കസ്റ്റമർ പറഞ്ഞു 70ാമത്തെ വീടാണ് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ ഇപ്പോൾ 130ൻ്റെ അവിടെയാണ് ഉള്ളത് എന്ന് പറഞ്ഞു. അപ്പോൾ ആളിനോട് പറഞ്ഞു ഞാൻ 70ൻ്റെ അവിടെയാണ് ഉള്ളത് പറഞ്ഞു. ഞാൻ അങ്ങോട്ട് വരാമെന്നോ അങ്ങനെയൊന്നും പറഞ്ഞില്ല. ഇതിപ്പോൾ എന്താ വെച്ചാൽ അവരെ മിസ്റ്റേക്ക് തന്നെയാണ്, കാരണം നമ്മൾ ലൊക്കേഷൻ അവർ കൊടുത്തേക്കേ നമുക്ക് വരാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ അങ്ങനെ കരുതിയത് എന്നോട് അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ 70ാമത്തെ വീടിൻ്റെ അവിടെയാണെന്ന് എന്നോട് പറഞ്ഞു. ഞാനവിടെ വരാമെന്നോ അങ്ങനെയൊന്നും പറഞ്ഞില്ല. അപ്പോൾ ഞാൻ അങ്ങോട്ട് വരാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. എനിക്ക് ബാക്ക് ഇടണം, ഓടിക്കണം, കുറേ പണിയുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ക്യാൻസൽ ചെയ്താലൊന്ന് കരുതി. എനിക്കിങ്ങനെ ഏറെ കടിച്ചിട്ട് അപ്പുറത്ത് വീട് പണിയൊക്കെ നടക്കുന്നുണ്ട്, കുറേ റിസ്ക്കാണ് അവിടെ ഓടിക്കാൻ. അപ്പോൾ ഞാനവിടെ കുറച്ച് നേരം നിന്നു, എനിക്കറിയാം ബാക്കിൽ തന്നെ ആയിരിക്കും. അപ്പോൾ ഞാനവിടെ നിന്നു. അപ്പോൾ ആൾ റോട്ടിക്ക് പുറത്തിറങ്ങി. അപ്പോൾ ജസ്റ്റ് ഒന്ന് റിവേഴ്സ് ഇട്ട് കൊടുത്ത് ആളങ്ങനെ വണ്ടി കയറി, രണ്ടാളും പാടെ. പിന്നെ അടുത്ത പ്രശ്നം എന്ന് പറയുന്നത് ഇവിടെയാണ്. അപ്പോൾ ഇവിടെയുള്ള ലൊക്കേഷന് അത് നമ്മളെ സൗത്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോണ റോഡാണത്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് കുറച്ചൊന്നും ഇങ്ങോട്ട് ഫ്രണ്ടിൽ കയറി. അപ്പോൾ കുറച്ചൊന്ന് കയറി. അപ്പോൾ എന്നോട് പറഞ്ഞ് ഉള്ളിലേക്ക് ആക്കി തരുമോ ചോദിച്ച്. അവിടുന്ന് ജസ്റ്റ് റോഡ് ക്രോസ് ചെയ്താൽ മതി. പിന്നെ അവിടെ കുറച്ചിങ്ങനെ ബ്ലോക്കായി, വണ്ടിയൊക്കെ ഒന്ന് റിവേഴ്സ് ഇട്ടിട്ട് ഇങ്ങോട്ട് കയറ്റി കൊടുത്തു. അവിടുന്ന് ജസ്റ്റ് ഒന്ന് റോഡ് ക്രോസ് ചെയ്താൽ മതി. ഇപ്പോൾ ഈ നടക്കണതും വണ്ടി ഓടിക്കണതും ഭയങ്കര വ്യത്യാസമുണ്ട്. നടക്കണത് അറിയണ വണ്ടികൾ ഇത്ര ഒരു ബ്ലോക്ക് വരില്ല. വണ്ടി പിന്നെ അവിടെ എനിക്ക് റിവേഴ്സ് ഇട്ടിട്ട് ഇങ്ങോട്ട് ഓടിക്കേണ്ട ആവശ്യം വന്നു. ഞാൻ അങ്ങോട്ട് ആക്കി കൊടുത്ത് നമ്മളെ ക്യാഷും തന്നിട്ടോ. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ റേറ്റിംഗ് കൊടുത്ത്. പിക്കപ്പിൻ്റെ തന്നെ എനിക്ക് ദേഷ്യം വന്നിക്കണം. പിന്നെ കുഴപ്പമില്ല പോട്ടെ. എന്നിട്ട് ഇവിടെ എത്തിയപ്പോൾ എനിക്ക് ഇതാണ് തീരെ പിന്നെയും പറ്റാത്തത്. ഇവിടെ എത്തിയിട്ട് റോഡ് മുറിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് വണ്ടി സെക്യൂരിറ്റിക്കാരും ചിരിക്കണം. ഇനിയിപ്പോൾ കമൻറ്റിൽ വന്നാണ്ട് ടാക്സി ഓടാൻ പോയതല്ലേ, ഇങ്ങനെയൊക്കെ ഉണ്ടാവും, കസ്റ്റമർ പിക്ക് ചെയ്യേണ്ടി വരും, കസ്റ്റമർ പറഞ്ഞെടുത്ത് പോകേണ്ടി വരും എന്നൊക്കെ പറയാൻ വരുന്നോട് എനിക്ക് എന്താ പറയാന്ന് വെച്ചാൽ ഇത് ഓൺലൈൻ ടാക്സിയാണ്. അപ്പോൾ ഇതിൽ കറക്റ്റ് പിക്കപ്പ് പോയിന്റും കൊടുക്കാൻ പറ്റും, ഡ്രോപ്പിൻ്റെ പോയിന്റും കറക്റ്റ് കൊടുക്കാൻ പറ്റും. ഇനി ഓക്കെ പിക്കപ്പ് പോയിന്റിൻ്റെ സമയത്ത് വല്ല തെറ്റുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ചില ആൾക്കാർ മാന്യമായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നേരത്തെ വിളിച്ച് പറയും, നമ്മൾ വന്ന് പെടണ്ടെന്ന് വിചാരിച്ചിട്ട്. പിന്നെ ലൊക്കേഷൻ കൊടുത്ത് ചെറുതായിട്ട് തെറ്റിയിട്ടുണ്ട്. പിന്നെ ഇതിലുള്ള ലൊക്കേഷനും കഴിഞ്ഞിട്ട് ഒരു 100 മീറ്റർ ഫ്രണ്ടിലേക്ക് വരണം. 70ാമത്തെ വീടാണ്. ചിലർ പറയും 30ാമത്തെ വില്ലയാണ്. ആദ്യം മെസ്സേജ് അയച്ചിടും കോൾ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ. ഇനി ഇല്ലാന്നുണ്ടെങ്കിൽ ഇത്രാമത്തെ ഫ്ലാറ്റാണ്, ഈ ടവറാണ്, അങ്ങനെയൊക്കെ നേരത്തെ പറയും നമ്മളോട്. അതൊക്കെ ഒരു മര്യാദയാണ്. ഓക്കെ പിക്കപ്പ് പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു 100 മീറ്റർ അപ്പുറത്താണെങ്കിലും നമ്മൾ പോയി എടുക്കും. പക്ഷെ ഇത് പറയാതെ നമ്മൾ ആ ലൊക്കേഷനിലേക്ക് എത്തിയിട്ട് അയ്യോ അത് അവിടെ ആയിരുന്നില്ല, ഇവിടെയാണ്, ഇങ്ങോട്ട് വരണം എന്ന് പറയുമ്പോഴാണ് നമുക്ക് പൊളിയുക. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനത്തെ റേറ്റിംഗ് കൊടുക്കണത്. കാരണം നല്ല ആൾക്കാരുണ്ട്, ലൊക്കേഷൻ തെറ്റിയാൽ അത് പറയണം. നമുക്കൊരു ഇൻട്രസിറ്റി ട്രിപ്പ് അടിച്ചിട്ടുണ്ട് കേട്ടോ. 53 കിലോമീറ്റർ, 300 മീറ്റർ ഉള്ളൂ. പിക്കപ്പ് സോന. ഞാനിപ്പോൾ ഇവിടെ വണ്ടി പാർക്ക് ചെയ്തു. നമ്മളെ ഇതിന് മുമ്പേ ഒരു മാച്ച് ട്രിപ്പ് വന്നതിന് കേട്ടോ, അത് ക്യാൻസൽ കിട്ടാത്തതിൻ്റെ സൗണ്ടാണ് ഇപ്പോൾ കേട്ടത്. ഞാനിവിടെ സലാമിൻ്റെ റൂമിലേക്ക് പോകാൻ വേണ്ടിയിട്ട് വണ്ടിയാണ് പാർക്ക് ചെയ്തു. ചായവണ്ടി തിരിച്ചിറങ്ങാൻ നിൽക്കുമ്പോഴാണ് ഈ ട്രിപ്പ് അടിക്കണേ. 350 മീറ്റർ കേട്ടോ പിക്കപ്പ് കാണിക്കുന്നത്. അപ്പോൾ ഇത് എവിടുക്കാന്ന് റൗണ്ട് ട്രിപ്പ് അല്ല, പക്ഷേങ്കിൽ അത് എവിടുക്ക സ്ഥലം കണ്ടില്ല, കച്ചേരിപ്പടിയിൽ നിന്ന് തന്നെ കണ്ടേ. എനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ തിരിച്ചിങ്ങോട്ട് തന്നെ വരേണ്ടി വരും, എന്താ അറിയില്ല. എന്തായാലും കിലോമീറ്റർ കുറവാണ്, 53 കിലോമീറ്റർ ഉള്ളൂ. അപ്പോൾ ഏതായാലും കുഴപ്പമില്ല, സലാമിൻ്റെ അടുത്തേക്ക് പിന്നെയും പോവാം. ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മളെ സോനനെ പോയിട്ട് പിക്ക് ചെയ്യട്ടെ. അങ്ങനെ ആ ട്രിപ്പ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടോ. അതിന് 1 മണിക്കൂറും 40 മിനിറ്റോട്ടോ നമുക്ക് സമയം എടുത്തത്. ഇത് കറക്റ്റ് കോതമംഗലം എത്തിയിട്ടില്ല. ആള് കറക്റ്റ് കോതമംഗലാണ് ലൊക്കേഷൻ ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു 2 കിലോമീറ്റർ മുമ്പേ ആള് ഇറങ്ങി, അവിടെയാണ് ഡ്രോപ്പ് ചെയ്തത്. ഇനിയിപ്പോൾ ഇവിടുന്ന് ട്രിപ്പ് അടിക്കുക എന്തോ വല്ല തണലത്തും കൊണ്ടിട്ട് വണ്ടിക്ക് റെസ്റ്റ് കൊടുക്കട്ടെ. എന്നേ ബിയിൽ 80 കിലോമീറ്റർ ഓടിയിട്ടോ. പിന്നെ നമ്മളെ CNG 3 ഘട്ടമുള്ളൂ. CNG ഞാൻ പോരുന്ന വഴിക്ക് പെരുമ്പാവൂരിൽ നിന്ന് അടിക്കണം ചെയ്തിന്. അപ്പോൾ അവിടുത്തെ വരി ഇങ്ങോട്ട് റോട്ടിലേക്ക് എത്തിക്കണേ. ഇപ്പോൾ എവിടെ CNG പമ്പിൽ നല്ല തിരക്കാണ്, എന്താ സംഭവം എന്നാവും. അപ്പോൾ അപ്പോഴേ 3 ഘട്ടമുണ്ട്. അപ്പോൾ ആ 3ാമത്തെ ഘട്ടപ്പോൾ പോകും. ഏകദേശം അവിടുന്ന് എന്തായാലും ഒരു 20 കിലോമീറ്ററോളം പോന്നിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ എവിടെയെങ്കിലും കൊണ്ടിട്ട് പാർക്ക് ചെയ്തിട്ടെ. അങ്ങനെ കേസ് നമ്മളൊരു ഭാഗ്യം കൊണ്ട് നമുക്കൊരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. ചുള്ളിക്കൽക്കാട്ടോ അടിച്ചിരിക്കണേ. അത് ഫോട്ടോ വെച്ച് ചുള്ളിക്കലാന്ന് തോന്നുന്നുണ്ട്. ഇപ്പോൾ 8 കിലോമീറ്റർ ഉണ്ട്. അത് കുഴപ്പമില്ല, അല്ലെങ്കിലും നമ്മൾ ഇങ്ങനെ കാലടിച്ച് പോകും. നമ്മളെ അവിടേക്ക് എറണാകുളം പോകുന്ന ഭാഗത്തേക്ക് തന്നെയാണ് പിക്കപ്പ് ഉള്ളത്. അതുകൊണ്ട് 8 കിലോമീറ്റർ ആണെങ്കിലും കുഴപ്പമില്ല. ബേബി AC ആട്ടോ കസ്റ്റമറുടെ പേര്, AC ആണ്. അല്ലാ അത് ഏത് കാട്ടുക്കാന്നാവോ പോണത്, പിക്കപ്പ് എവിടെയെന്നാവോ. വേറൊരു വണ്ടി വന്നാലേ സ്ഥലം കൊടുക്കാനും കൂടി സ്ഥലമില്ല ഇവിടെ. റൈറ്റ് സൈഡിൽ നേരെ കനാല വെള്ളം ഒഴുകി പോകുന്നുണ്ട്. എന്ത് വഴിയാണ്, പാമ്പ് ചുറ്റിയ മാതിരി. വേറൊരു വഴി അതിന് നടുവ് കൂടി പോകുന്നുണ്ട്. ആ ഒരു വഴി അടിയിൽ കൂടി കണ്ടിട്ടുണ്ട് ഞാൻ. ചിലപ്പോ തിരിച്ചു പോവാനേ വേറെ വഴി എന്തേലും ഉണ്ടാവുമായിരിക്കും. അത് കസ്റ്റമറിനെ അറിയോ കാരണം ചിലപ്പോ.
അങ്ങനെ നമ്മൾ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തു കേട്ടോ. 1400 രൂപ കേട്ടോ കിട്ടിയത്. സമയം 5:10 ആയിട്ടോ. അപ്പോൾ ഇവിടെ എത്തിയിട്ടൊരു 10 മിനിറ്റ് ആവാനായുള്ളൂ. കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. തേങ്ങയും വഴക്കോലയും മാങ്ങയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു നാട്ടിൽ നിന്നാണല്ലോ വരുന്നത്, നാട്ടിൻ പുറത്തുനിന്ന് സിറ്റിക്ക് വന്നിരിക്കുക. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഇറക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അപ്പോൾ ഊബർ അവിടെ എല്ലാം ഒരാളെ പഠിപ്പിച്ചാണ്ട് ആളെ ഫോണിൽ നിന്നാണ് ബുക്ക് ചെയ്തതിന്. അപ്പോൾ എൻ്റെയാണ് പിന്നെ ഇൻട്രസിറ്റി ആയതുകൊണ്ട് നമ്മളെ ക്ലോസ് ചെയ്യണ പിന്നെ കിട്ടാൻ കുറച്ച് പ്രയാസപ്പെട്ട് കുറേ വിളിച്ചവിടെ നിന്ന് നാളെ നമ്മളെ കന്യാസ്ത്രീയാളെ പോലെ. അപ്പോൾ ഇന്നാൾ കമൻറ്റിൽ ഒരാൾ പറഞ്ഞു അത് പിൻ നമ്പർ വേണ്ട വേറൊരു സംഭവം ഉണ്ടായിരുന്നു എന്ന്. പിന്നെ എനിക്ക് എന്താണെന്ന് മനസ്സിലായില്ല. പിന്നെ ഇതിൽ റോങ് പിന്നുണ്ട്. ഒരു 5 വട്ടം അടിച്ച് കഴിഞ്ഞാൽ എന്തോ സംഭവിക്കും തോന്നണ്. ഞാനൊരു 3 വട്ടം അടിച്ചു. പിന്നെ എനിക്ക് എന്തോ ഒരു പേടി, കാരണം ഇനി എന്തേലും ആയി കഴിഞ്ഞാൽ പിന്നെ ആകെ പ്രശ്നമാകുമെന്ന് എഴുതിയില്ല. ഒന്നും ആവൂല, നമ്മളിവിടെ എത്തി പൈസയും കിട്ടി ഒക്കെ കഴിഞ്ഞു. ഇനി അടുത്ത പ്രാവശ്യം അങ്ങനെയും ചെയ്ത് നോക്കണം, ചിലപ്പോൾ അതായിരിക്കും. 1350 കേട്ടോ ടോട്ടൽ ഫെയർ ഉണ്ടായിരുന്നത്. അപ്പോൾ 20 രൂപ ടിപ്പും തന്നിട്ടുണ്ട്. വരുന്ന വഴിക്ക് നമ്മൾ CNG അടിച്ചിന്, അതിൻ്റെ ബാലൻസ് ആട്ടത്. അപ്പോൾ ഞാൻ ഊബറിൽ ഡെസ്റ്റിനേഷൻ എടുക്കാം കേട്ടോ, സൗത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തേക്ക്. നമുക്ക് സലാമിൻ്റെ അടുത്തൊന്ന് പോകേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ റാപ്പിഡോയും യാത്രയൊക്കെ ഓണാക്കിയിട്ടുണ്ട്. ഊബറിൽ മാത്രമേ നമ്മൾ ഡെസ്റ്റിനേഷൻ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ഇനി അടുത്ത ട്രിപ്പ് അടിക്കുമെന്ന് നോക്കി നോക്കട്ടെ. ഇല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ കാലടിച്ച് പോവാം. നമുക്ക് അവിടെ ഒന്ന് പോകേണ്ട ആവശ്യമുണ്ട്, അതുകൊണ്ട് ഇവിടെ എവിടെയും വെയിറ്റ് ചെയ്യണില്ല. അങ്ങനെ നമ്മൾ ഇന്നത്തെ ലാസ്റ്റ് ട്രിപ്പ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടോ. നമ്മളെ പള്ളിമുക്കുള്ള മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലാട്ടോ. പോയിരുന്ന വഴിക്ക് 3 ട്രിപ്പ് ടോട്ടൽ അടിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യൊരു ട്രിപ്പ് ഊബർ തന്നെ അടിച്ചു, അത് ഞാൻ എടുത്തില്ല. പിന്നെ റാപ്പിഡോയിൽ ഒരു 800 സംതിങ്ങിന് ഒരു എയർപോർട്ട് ട്രിപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ അങ്ങനെ ആലോചിച്ച് പിന്നെ എടുത്തില്ല, അത് ഒഴിവാക്കി. പിന്നെ അടുത്തൊരു ട്രിപ്പ് അടിച്ചതാണിത്. 1 കിലോമീറ്റർ പിക്കപ്പും 2 കിലോമീറ്റർ ഡ്രോപ്പും. പള്ളിമുക്ക് നമ്മളെ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിലേക്കായിരുന്നു കേട്ടോ ഡ്രോപ്പ് ഉണ്ടായിരുന്നത്. 100 രൂപ കിട്ടിയിട്ടുണ്ട്. ഏതായാലും പോയിരുന്ന വഴിക്കാണല്ലോ, അപ്പോൾ അങ്ങനെ എടുത്ത് പോകുന്നതാണ്. അപ്പോൾ ഏതായാലും ഇപ്പം ഇവിടുന്ന് റേറ്റ് തിരിഞ്ഞിട്ട് നമ്മളെ സൗത്ത് സലാമിൻ്റെ അടുത്ത് പോയാൽ അപ്പോൾ ഗൈസ് അങ്ങനെ ഒരു 5:51 ആയപ്പോൾ നമ്മളിവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. വണ്ടി ഇവിടെ ഒരു ഷട്ടർ ഇട്ട് കൊടുത്ത് പാർക്ക് ചെയ്തിട്ടുണ്ട്. കട കടച്ച് പോയി തോന്നുന്നുണ്ട്. ഇന്നിപ്പോൾ നമ്മൾ ടോട്ടല് ബിയിൽ 167 കിലോമീറ്റർ ആട്ടോ ഓടിയത്. അതിൽ നമ്മൾ 6 ട്രിപ്പാണ് ടോട്ടൽ എടുത്തത്. ഊബറിൽ മാത്രമേ ഓടിയിട്ടുള്ളൂ, റാപ്പിഡോയിൽ ഇന്ന് ട്രിപ്പൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ ഏതായാലും ഓക്കെ ഗൈസ്, ഇന്നിപ്പോൾ ഇനി ഓർഡറൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഏതായാലും ഇനി നാളത്തെ വീഡിയോയിൽ കാണാം.